നമസ്കാരം. ഒന്നാം പിണറായി സർക്കാരിൽ ദേവസ്വം ടൂറിസം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. നിലവിൽ അദ്ദേഹം കഴക്കൂട്ടം MLA-യും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. മന്ത്രിയായിരുന്നപ്പോൾ തന്നെ ചില പെൺവിഷയങ്ങളിൽ കടകംപള്ളിയുടെ പേര് ഉയർന്നു വന്നതാണ്. ഒരു സ്ത്രീയെ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നതിൻ്റെയും അവർക്ക് മഴക്കോട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് പറയുന്നതിൻ്റെയും ഒക്കെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. അതിനുശേഷം സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട സ്വപ്ന സുരേഷ് കടകംപള്ളിക്കും തോമസ് ഐസക്കിനും ശ്രീരാമകൃഷ്ണനുമെതിരെ ലൈംഗിക ആരോപണവുമായി വന്നിരുന്നു. താൻ പറഞ്ഞത് നുണയാണെങ്കിൽ കേസ് കൊടുക്കാനും സ്വപ്ന സുരേഷ് വെല്ലുവിളിച്ചിരുന്നു. ഒരു കാരണവശാലും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത വ്യക്തിത്വമാണ് കടകംപള്ളി സുരേന്ദ്രൻ്റേത്. ഒരു മന്ത്രിയുടെ നിലയിൽ നിന്നുകൊണ്ടല്ല അദ്ദേഹം പെരുമാറിയത്. ലൈംഗിക മെസ്സേജുകൾ അയച്ചു, ലൈംഗികതയ്ക്കായി നിർബന്ധിച്ചു, ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്വപ്ന സുരേഷ് കടകംപള്ളിയെക്കുറിച്ച് പറഞ്ഞത്. ഇതിൽ നിന്നെല്ലാം കടകംപള്ളിയുടെ ഒരു ഏകദേശ രൂപം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ വിവരം പുറത്തു വന്നതിനു ശേഷം കടകംപള്ളിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിയായിരുന്ന സമയത്ത് കടകംപള്ളി 15 വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ യാത്രകളെക്കുറിച്ചും ഈ യാത്രകളിൽ ആരെയൊക്കെ കണ്ടു എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. UAE, UK, US, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, വത്തിക്കാൻ, സ്പെയിൻ, കസാഖ്സ്ഥാൻ, ജപ്പാൻ എന്നിവിടങ്ങളിലേക്കായിരുന്നു ഈ വിദേശയാത്രകൾ. ഇതിൽ 10 എണ്ണം ഔദ്യോഗികമാണ്, 5 എണ്ണം അനൗദ്യോഗികവും. UAE-യിൽ പോയത് 5 തവണയാണ്. 2017 നവംബറിനും 2019 ഒക്ടോബറിനും ഇടയിലായിരുന്നു ഈ യാത്രകളെല്ലാം നടത്തിയത്. പൊതുഖജനാവിൽ നിന്ന് കോടികൾ പാഴായതല്ലാതെ ഔദ്യോഗിക യാത്രകളിൽ നാടിന് ഒരു ഗുണവും ഉണ്ടായില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എന്തിനായിരുന്നു ഈ 5 അനൗദ്യോഗിക വിദേശയാത്രകൾ? ടൂറിസം മന്ത്രിയായിരുന്ന താൻ കേരളത്തിലെ ടൂറിസം വികസനത്തിനും പ്രചാരണ പരിപാടികൾക്കുമായിട്ടാണ് പല രാജ്യങ്ങളിലും പോയതെന്നാണ് ചോദ്യം ചെയ്യലിൽ കടകംപള്ളി പറഞ്ഞത്. വിദേശത്തേക്ക് മാത്രമല്ല, ബംഗളൂരുവിലേക്കും ചെന്നൈയിലേക്കും കടകംപള്ളി പലതവണ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചും SIT അന്വേഷിക്കുന്നുണ്ട്. കടകംപള്ളിയുടെ യാത്രാ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2017 നവംബറിൽ ബ്രിട്ടനിലേക്ക്, 2018 മാർച്ചിൽ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, വത്തിക്കാൻ എന്നിങ്ങനെ 4 രാജ്യങ്ങൾ സന്ദർശിച്ചു കടകംപള്ളി. 2018 ഏപ്രിലിൽ പോയത് UAE-യിലേക്കാണ്. 2 മാസങ്ങൾക്ക് ശേഷം ജൂലൈയിൽ അമേരിക്കയിലേക്ക് പോയ കടകംപള്ളി 2019 ജനുവരിയിൽ സ്പെയിനും സന്ദർശിച്ചു. 2019 ഫെബ്രുവരിയിലും ഏപ്രിലിലും UAE-യിലേക്കും സെപ്റ്റംബറിൽ കസാഖിസ്ഥാനിലേക്കും പോയി. 2019 ഒക്ടോബറിൽ UAE-യിലേക്കും ജപ്പാനിലേക്കുമായിരുന്നു കടകംപള്ളിയുടെ യാത്രകൾ. ഇതിൽ ഏറെ ദുരൂഹതയുണ്ടാക്കുന്നത് ഇറ്റലി സന്ദർശനമാണ്. കാരണം പുരാവസ്തുക്കൾ കടത്തിക്കൊണ്ടുപോകുന്ന സംഘങ്ങളടക്കം സജീവമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇറ്റലി. ഇതേ സമയത്താണ് പോറ്റി ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും ബാംഗ്ലൂരിലെ ഒരു സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചതിൻ്റെയും അവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിൻ്റെയും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ബംഗളൂരുവിൽ കടകംപള്ളിക്ക് പോറ്റിയുമായി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തേണ്ട ആവശ്യമെന്താണ്? എനിക്കൊന്നും അറിയില്ല, ബോർഡിൻ്റെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കടകംപള്ളിക്ക് കഴിയില്ല. പാർട്ടി പോലും കടകംപള്ളിയുടെ അറസ്റ്റിനെ തള്ളുന്നില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ ഒരുങ്ങിയ കടകംപള്ളിയെ മാറ്റി അവിടെ VK പ്രശാന്തിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അതിൽ നിന്നു തന്നെ വ്യക്തമാണ് കടകംപള്ളിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായുമുള്ള ബന്ധം. സ്വർണ്ണക്കള്ളൻ എന്നുള്ള വിളി കേട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് കടകംപള്ളി പറയുന്നത്. തനിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുയർത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കേസ് കൊടുക്കാൻ പോലും കടകംപള്ളി തയ്യാറായില്ല. കടകംപള്ളിയുടെ അറസ്റ്റ് അനിവാര്യമാണ് എന്നുറപ്പാണ്. അത് എന്നാണെന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ.